നമ്മളിന്നൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഈ കടച്ചക്ക കൊണ്ട് ഒരു തീയല്. അതിലേക്ക് നമ്മളെ കടച്ചക്കയും കൂടെ ഇടുകയാണ് കേട്ടോ. ഇതൊന്ന് നന്നായി ഇളക്കി ഇച്ചിരി കൂടെ ഒന്ന് ആ ഒരു പൊടിന്റെ ആ ഒരു വറവൊക്കെ കിട്ടട്ടെ. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളെ ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പൊ വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇത് അധിക വെള്ളമാവണ്ട, ഇത്രയൊക്കെ വെള്ളം മതി. ഇതങ്ങോട്ട് കൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിക്കാം. നമ്മളെ കടച്ചക്ക തീയലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയായ ഒരു തീയലാണ്. കടച്ചക്ക അറിയാലോ, അത് എങ്ങനെ വെച്ചാൽ അതിന് സ്വാദാണ്. നമ്മൾ ഇതിന് മുന്നേ കടച്ചക്കേന്റെ സാമ്പാർ കാണിച്ചിരുന്നു. ഇപ്പൊ നമ്മള് ഈ കടച്ചക്കേന്റെ തീയല് ഒന്ന് കാണിക്കുകയാണ്. ഇത് കടച്ചക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ആ നാളികേരം വറക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ നാടൻ കടച്ചക്ക തീയലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ.